നമുക്കറിയാം മുനമ്പം ഭൂസമരം അതിപ്പോൾ രണ്ട് തട്ടിലേക്ക് നീങ്ങുന്നു. അതായത് ഒരു വിഭാഗം ആളുകൾ അടുത്തിടെ സമരം അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ 418 ദിവസമാകുന്നു ഈ ഒരു ഭൂസമരം ആരംഭിച്ചിട്ട്. ഒരു വിഭാഗം ഇപ്പോഴും അവിടെ സമരവുമായി തുടരുകയാണ്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ശരിയാണ്, കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി പ്രസ്താവം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമരം ചെയ്യുന്ന ശേഷിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വഖഫ് രജിസ്റ്ററിൽ നിന്നും മുനമ്പം ഭൂമിയെ ഒഴിവാക്കണമെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കത്തുള്ളൂ എന്നതാണ്. അങ്ങനെ വരുമ്പോൾ മുനമ്പത്തെ ഭൂസമരം ഏതാണ്ട് 418 ദിവസം പിന്നിടുകയാണ്. ജിജീഷ് കരുണാകരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഈ സമരം ആരംഭിച്ചത്. ഒരു വിഭാഗം സമരം ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചിരുന്നു. അതായത് മുനമ്പവുമായി ബന്ധപ്പെട്ട അനുകൂലമായ വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ മറുഭാഗത്ത് ഇപ്പോഴും കുറച്ചുപേർ അവിടെ സമരവുമായി ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ വഖഫ് രജിസ്റ്ററിൽ നിന്നും ഈ വഖഫ് ഭൂമി എന്നത് നീക്കം ചെയ്യാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണോ ഈ സമരം തുടരുന്നത്? ഗൗതം, യഥാർത്ഥ മുനമ്പൻ ജനത ഇപ്പോഴും സമരരംഗത്താണുള്ളത്. രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഒരു വിഭാഗം മാത്രമാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇടത് വലത് മുന്നണികളെ വിമർശിക്കുകയും ഒപ്പം തന്നെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത അതേ ആളുകൾ പിന്നീട് യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഒരു കോടതി വിധിയുടെ മാത്രം അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയും അവർക്ക് നാരങ്ങാനീര് നൽകുന്നതിന് വേണ്ടി ഇതേ നേതാക്കളെ CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം നേതാക്കളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച മുനമ്പൻ ജനത കണ്ടു. അതിനോട് വലിയ ഒരു എതിർപ്പ് മുനമ്പത്തെ ജനങ്ങൾക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അന്തിമ വിധി ആയിട്ടില്ല, അന്തിമ തീരുമാനമായിട്ടില്ല, അന്തിമ നീതി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു നീതി ലഭിക്കണമെങ്കിൽ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടണം. ഇവിടെ റവന്യൂ അവകാശങ്ങൾ മുനമ്പത്തെ ജനതയ്ക്ക് പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കരമടക്കാമെന്ന് മാത്രമാണ് പറയുന്നത്. പോക്കുവരവ് നടത്താൻ എത്രമാത്രം കഴിയും, കരമടക്കാൻ ചെല്ലുമ്പോൾ പോലും ഒരാഴ്ച കഴിഞ്ഞുവാ 2 ആഴ്ച കഴിഞ്ഞുവാ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിയിൽ തങ്ങൾ എങ്ങനെ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുനമ്പത്തെ വലിയൊരു വിഭാഗം ജനത ഇപ്പോഴും അവിടെ സമരരംഗത്ത് തുടരുന്നത്. അവരെ BJP-ക്കാരെന്നും സംഘപരിവാർ അനുകൂലികൾ എന്നെല്ലാം മുദ്ര കുത്താനുള്ള ഒരു ശ്രമം മറുഭാഗത്ത് നിന്ന് നടത്തുന്നു. എന്നാൽ അവർ പറയുന്നു തങ്ങൾ നീതിയുടെ പക്ഷത്താണ്, നീതി ലഭിക്കും വരെയുള്ള പോരാട്ടത്തിന്റെ പക്ഷത്താണ്, ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളല്ല തങ്ങളെ നയിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ ആ സമരരംഗത്ത് തുടരുകയും ചെയ്തത്. എന്നാൽ ഇക്കാര്യങ്ങൾ മറുഭാഗത്ത് പൂർണ്ണമായും സമരം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, വളരെ നേരത്തെ തന്നെ ഇടത് വലത് കൂടാരങ്ങളിലേക്ക് അതിൻ്റെ പല നേതാക്കളും മാറുകയും ചെയ്തു. ചിലർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ വരെ പരക്കുകയും ചെയ്തു. വലിയ വിമർശനം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെയും CPM-ന്റെയും എല്ലാം സ്ഥാനാർത്ഥികളാകാനുള്ള നീക്കം അവർ പിൻവലിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും എല്ലാം തന്നെ ചെയ്തത്. നേരത്തെയെല്ലാം നമ്മളടക്കമുള്ള ആളുകൾ അവിടെ സമരരംഗത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് CPM നേതാക്കൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവും തങ്ങളുടെ കാര്യങ്ങളിൽ ഇല്ല എന്നെല്ലാം പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് പിന്നീട് സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവരെയെല്ലാം വിളിച്ചു വരുത്തിയത്. അതേതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു നേട്ടമായിരുന്നില്ല, പകരം കോടതി കരം സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ പോലും അന്തിമ വിധി ആയിട്ടില്ല. എല്ലാം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും തീർപ്പുകൾക്ക് വിധേയമായിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം സർക്കാരിൻ്റെ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനത ഇപ്പോഴും ആശങ്കയിലാണ്. പൂർണ്ണമായും തങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അങ്ങനെ പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ സമരരംഗത്ത് തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും സമരത്തിൽ തുടരുകയും ചെയ്യുന്നു. അവർ ഒരു കാര്യം പറയുന്നു, രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി അവരുടെ സമരം പിൻവലിച്ചിട്ടുള്ളത്. അങ്ങനെ സമരം പിൻവലിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 418 ദിവസത്തിലേക്കും അവർ ആ സമരരംഗത്ത് തന്നെ തുടരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഇക്കാര്യത്തിൽ കൃത്യമായ ഉറപ്പുകൾ ലഭിക്കണം. വില്ലേജ് ഓഫീസുകളിൽ കരമടക്കാൻ ചെല്ലുമ്പോൾ മറ്റൊരു ദിവസം ഒരാഴ്ച കഴിഞ്ഞുവാ 2 ആഴ്ച കഴിഞ്ഞുവാ എന്ന് പറഞ്ഞ് തങ്ങളെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ എങ്ങനെയാണ് ഈ ഭൂമി തങ്ങൾക്ക് സ്വന്തമായി എന്ന് തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക? ഈ ഭൂമിയിൽ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയല്ലേ ഉണ്ടാവുക എന്ന കാര്യം അവർ ആവർത്തിച്ച് തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമരം അവസാനിച്ചിട്ടില്ല, സമരം തുടരുകയാണ്. മറുഭാഗത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ള ആളുകൾ ഒരു ഭാഗത്ത് മറയിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുകയാണ്. ഗൗതം, യെസ്.